വളരെ ചെറിയ പ്രായത്തിൽ മദ്രസ പ്രായം മുതൽ വാളുകളിലും ക്ലാസ്സുകളിലൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് മുജാഹിദുകൾക്കുമേൽ സലഫികൾക്കുമേൽ ഉസ്താദുമാർ ഉയർത്തിവിട്ട ചാപ്പകൾ അങ്ങനെ കേട്ട് അങ്ങനെ പോകുന്നതല്ലാതെ ഒന്ന് ഫ്രഷായിട്ട് നമ്മളൊരു ഗൗരവപൂർവ്വം കാര്യങ്ങൾ എടുക്കുന്നുണ്ടോ? നരകത്തിലേക്ക് മനുഷ്യരെ തള്ളിയിടുന്ന സമയത്ത് നരകത്തിൻ്റെ കാവൽക്കാർ ചോദിക്കുന്നുണ്ട്, അലം യഅ്തികും നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഉത്തരം ഖാലു ബലാ ഖദ് ജാഅനാ നദീർ, ഞങ്ങൾക്ക് മുന്നറിയിപ്പുകാരൊക്കെ വന്നിരുന്നു. ഫകദ്ദബിന, അവരെ ഞങ്ങൾ കളവാക്കി. വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈ, നിങ്ങൾ മുഖാന്തിരം ഞങ്ങൾക്ക് അള്ളാഹു സത്യം മനസ്സിലാക്കാൻ ഒന്നും ഇറക്കി തന്നിട്ടില്ല, അതിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല എന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു. എന്നിട്ട് അവർ പറയാണ് ലൗ കുന്നാ നസ്മഉ ഔ നഅഖിൽ, നമ്മൾ ബുദ്ധി പ്രയോഗിച്ചിരുന്നെങ്കിൽ, നമ്മൾ ചിന്തിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ്. നമ്മളൊരു ഏക്കർ ഭൂമി എടുക്കുകയാണെങ്കിൽ എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് പരിശോധിക്കും. ഒരു പുതിയ ലാപ്ടോപ്പ് വാങ്ങുകയാണെങ്കിൽ, ഒരു പുതിയ ഫോൺ വാങ്ങുകയാണെങ്കിൽ, പോട്ടെ 1 കിലോ മത്സ്യം വാങ്ങുകയാണെങ്കിൽ നമ്മൾ എത്ര പരിശോധന നടത്തും. എന്നാൽ നമ്മൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ വിശ്വാസം, അത് പ്രവാചകനും സ്വഹാബത്തും താബിഅകളും താബികളും ഉൾക്കൊള്ളുന്ന ഉത്തമ തലമുറ, ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും, ഏറ്റവും ഉത്തമ തലമുറ എൻ്റേതാണ്, പിന്നീട് അതിനുശേഷം വരുന്നവരാണ്, പിന്നീട് അതിനുശേഷം വരുന്നവരാണെന്ന് പറഞ്ഞ റളിയല്ലാഹു അൻഹും വറളു അൻഹു, അള്ളാഹു അവരെ കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും, അവർ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ, അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ച, അവർ വിശ്വസിച്ച ആ സ്വഹാബത്തിൻ്റെ ഖൽബിൻ്റെ ഉള്ളിലെ വിശ്വാസമാണോ അള്ളാഹുവിനെക്കുറിച്ചും അവനോടുള്ള പ്രാർത്ഥനയെക്കുറിച്ചുമൊക്കെ നമുക്കുള്ളത് എന്നതൊക്കെ നമ്മൾ പരിശോധനാ വിധേയമാക്കേണ്ടതാണ്.